ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണോ? പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ടോക്ക് കഴിഞ്ഞാൽ ഇപ്പോൾ അല്ലേ, ഇപ്പോൾ 4:45 ആയി ടോക്ക് എടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഒരു 6:30 ആകുമ്പോഴത്തേക്കും വൈദ്യരുടെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ. നമ്മൾ ഒരുമിച്ചുള്ള ധ്യാനമാണ്. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ഈശോ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് സ്വർഗത്തിന് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ശുശ്രൂഷയാണ് വൈദ്യരുടെ ധ്യാനത്തിന് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നൊരു ശുശ്രൂഷയാണ്. നിങ്ങളെല്ലാവരും ഒരു പിന്തുണ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ പറ്റുവാണെങ്കിൽ ദിവസങ്ങളിൽ ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കണം വൈദികരുടെ ധ്യാനത്തിന് വേണ്ടിയിട്ട്. നോക്കി, ലോകം മുഴുവൻ വൈദികർ ശക്തി പ്രാപിച്ചും ഉണർവ് പ്രാപിച്ചും എന്തുമാത്രം നന്മയാണ് നമുക്ക് വരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു അച്ഛനില്ലെങ്കിൽ അല്ലേ, നമ്മുടെ മാമസം വെക്കാൻ ആളില്ല, മരിച്ചടക്കാൻ ആളില്ലെങ്കിൽ ചിന്തിച്ച് നോക്കിയേ. അതുകൊണ്ട് വൈദ്യധ്യാനത്തിന് പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. ഒരു കാര്യം ചെയ്താലോ, ഇന്ന് നമുക്ക് വൈദ്യരുടെ ധ്യാനത്തിന് വേണ്ടി അങ്ങ് നന്മ പറഞ്ഞു ചെല്ലിയാലോ അല്ലേ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ. എന്നിട്ട് ഒരു ചെറിയ അറിയിപ്പും കൂടി എനിക്ക് തന്നു. എല്ലാം ഒരു നന്മ പറഞ്ഞു ചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാ. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ. ആമേ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നാളെ നമുക്ക് നന്മറം ചൊല്ലി നിങ്ങളുടെ വിവിധങ്ങളായ മധ്യസ്ഥ പ്രാർത്ഥന നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കേട്ടോ. നാളെ നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ഒന്ന് എഴുതി സമർപ്പിച്ച് ആ സമയത്തൊന്ന് പ്രാർത്ഥിച്ചു കേട്ടോ. അങ്ങനെ ഒരുങ്ങിക്കും. അതിനുവേണ്ടി തലേദിവസം പറയുന്നത് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് വെളിപാട് 14:5 ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 14:5. തലക്കെട്ട് ഓൾറെഡി നിങ്ങൾ കണ്ടല്ലോ. തലക്കെട്ട് ഇതാണ്, അതായത് നുണ നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തും. ഇതേപോലൊരു തലക്കെട്ട് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അത് ജ്ഞാനം 1:11-10 നമുക്ക് ബേസ് ചെയ്തുകൊണ്ടാണ്. ഇത് വെളിപാട് 14 ഈ വചനം എന്താ പറയുക സഹോദരങ്ങളെ, അതായത് സ്വർഗത്തിലേക്ക് കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ടവർ, കുഞ്ഞാടിനെ അനുഗമിക്കുന്നവർ, അങ്ങനെയൊക്കെ പറയുന്ന ആ സ്വർഗത്തിലേക്ക് കയറി പോകുന്ന ആത്മാക്കളുടെ ഒരു ഡീറ്റെയിൽസ് പറയുകയാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വചനമാണ്. ആ വചനം ഇതാണ്, അവരുടെ അധരങ്ങളിൽ വ്യാജം കാണപ്പെട്ടില്ല, അവർ നിഷ്കളങ്കരാണ്. നോക്കിയേ, സ്വർഗത്തിലേക്ക് കടന്ന് കയറി പോകുന്ന അല്ലെങ്കിൽ ആ ദൂതൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന ഭാഗമുണ്ട്. വെളിപാട് വായിച്ച ബുദ്ധിമുട്ടാണ് മനസ്സിലായാൽ. അപ്പോൾ പറയുകയാണ്, ശരിക്കും സ്വർഗത്തിലേക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുന്ന മനുഷ്യരുടെ പ്രത്യേകതയാണ് അവരുടെ അധരങ്ങളിൽ ഒരിക്കലും വ്യാജം കാണപ്പെട്ടില്ല. അപ്പം നുണ പറയുന്ന ആത്മ, ഞാൻ പണ്ട് പറഞ്ഞതിന് പതിനില്ല, അത് നുണ പറയുന്ന നാവ് സ്വന്തം ആത്മാവിനെ നശിപ്പിക്കുന്നതെന്ന് പറയുന്നു. അപ്പം നമ്മൾ അപ്പനോടായിരിക്കും നുണ പറയുന്നത്, ജീവിത പങ്കാളിയിലായിരിക്കും നുണ പറയുന്നത്. പക്ഷേ അത് ആ നുണ സ്വന്തം ആത്മാവിനെ നശിപ്പിക്കും. അതാണ് പറയുന്നത്. നോക്കിയേ, സ്വർഗത്തിലേക്ക് പോകുന്ന ആത്മാക്കളിൽ വ്യാജമില്ല, നുണയില്ല. ഇനി സങ്കീർത്തനം 15 നിങ്ങൾ വായിച്ചു നോക്കിയോ, സ്വർഗത്തിൽ ആര് പ്രവേശിക്കുമെന്നുള്ള ചോദ്യത്തിന് കൊടുത്തിരിക്കുന്നതാണ് നുണ പറയാത്തവർ. ഇനി യോഹന്നാൻ 8 വന്നോ, നുണ പറയുന്നത് ആര്? പിശാചാണ്. പിശാച് നുണയൻ്റെ പിതാവുമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അപ്പം അതുകൊണ്ടല്ലേ പ്രഭാഷകൻ 4 ഒരു വചനമുണ്ടല്ലോ അല്ലേ. ഇത് നിങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ വരുന്നതാണ്. അവിടെ വചനം ഇങ്ങനെയാണ്, മരിക്കേണ്ടി വന്നാലും സത്യം പിടിയരുത്. ചിന്തിച്ചു നോക്കിയേ. ഞങ്ങൾ കഴിഞ്ഞ പലതരത്തിലുള്ള ടെസ്റ്റിമണികളും ഉണ്ട്. പറഞ്ഞാൽ ഞാൻ അഭിഷേകം ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് എന്ത് ചെയ്താലും ശരി നുണ പറയാതെ. ഇനി ഒരു സാക്ഷി വരാനുണ്ട്. അതായത് അത് ഈ വാട്സപ്പ് ടോക്ക് കണ്ടിട്ടാണ് വചനം ഫുള്ള് കീപ്പ് ചെയ്തു. എക്സ്പീരിയൻസ് ഉണ്ടോ വെച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഇൻ്റർവ്യൂ പോലും പാസ്സാവില്ല. പക്ഷേ ഒറ്റ കാരണം കൊണ്ട്, സത്യം പറഞ്ഞ് ഒറ്റ കാരണം കൊണ്ട് പുള്ളിയെ ദൈവം അനുഗ്രഹിച്ചു. അതുകൊണ്ട് പിടിച്ചു ചെയ്യണം. സ്വർഗത്തിൽ പോകണ്ടേ. കുഞ്ഞുങ്ങളെ, നുണ പറയരുത് കേട്ടോ. നമുക്ക് സ്തുതിക്കാം. ഈശോയെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഓ കർത്താവായ ദൈവമേ, ഈ വചനം കർത്താവ് അവിടെ നിന്ന് തന്നല്ലോ, നന്ദി പറയാം. ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ കർത്താവ് നിസ്സാര കാര്യത്തിന് നുണ പറഞ്ഞ യാക്കോബിൻ്റെ കാര്യം എൻ്റെ ദൈവമേ ഓർക്കാണ്. എത്രയോ തവണ നിസ്സാര ഞങ്ങൾ നുണ പറഞ്ഞാണ്. കർത്താവേ, ഞങ്ങൾ മാപ്പി ചോദിക്കുന്നു, അനുതാപം തരണമേ, കുമ്പസാരിക്കാൻ കൃപ നൽകണമേ. കാരണം മരിക്കണ സത്യം വെടിയരുത്. ആ ഒരു വചനം കീപ്പ് ചെയ്യാൻ കൃപ നൽകണമേ. ഈ ഒരു കാര്യത്തെ പിടിച്ചു വെക്കാൻ കൃപ നൽകണമേ. എൻ്റെ ദൈവമേ, കർത്താവേ, ഈ ഭൂമിയിൽ വെച്ച് എൻ്റെ വചനം കൊണ്ട് പരിശോധിക്കാൻ കൃപ നൽകണം. നിങ്ങളുടെ കുടുംബങ്ങൾ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുക. എൻ്റെ പിതാവെ കാത്തോളണമേ. ഈ വചനം കീപ്പ് ചെയ്ത് പോകാൻ കൃപ ലഭിക്കട്ടെ. പൈശാചശക്തികളെ ബന്ധിക്കുന്നു, രോഗപീഠകളെ ശാസിക്കുന്നു, തടസ്സങ്ങൾ വിട്ടുപോട്ടെ. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് ഈശോ നിങ്ങൾക്ക് തരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമേൻ.